ഹലോ എവരി വൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളിന്ന് തമിഴിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഹെയർ കെയർ റുട്ടീൻ വീഡിയോ, മീൻസ് എന്തൊക്കെയാണ് എൻ്റെ റുട്ടീനിന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണിത്. എനിക്ക് തോന്നുന്നു ഞാൻ മുന്നേ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് കുറേ പേര് ചോദിച്ചിട്ട് ഞാൻ ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്ത് പോയൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് കാണുന്നതിന് മുമ്പ് ഞാൻ മുന്നേ മൈ ഹെയർ കെയർ ടിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ മുന്നേ വീഡിയോ യൂട്യൂബ് ചാനൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അപ്പം എന്തൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യണ ടിപ്സ് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അത് പോയി കാണാം. ഇതിൽ ഞാൻ ടിപ്സ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല, കാരണം എല്ലാം കൂടെ വീഡിയോ ഭയങ്കര വലുതായിപ്പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഫോളോ ചെയ്യണ ഹെയർ കെയർ റുട്ടീൻ എന്തൊക്കെയാണെന്നുള്ളതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാനിങ്ങനെ മുടിയിൽ ഒരുപാട് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ വളരെ മിനിമൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ ഹെയറിൽ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് എത്ര നന്നായിട്ട് മുടി മെയിൻറ്റെയിൻ ചെയ്യാം എന്നൊക്കെ ഉള്ള രീതികളാണ് ഞാൻ ഫോളോ ചെയ്യണത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ, പിന്നെ നൈറ്റ് കെയർ റുട്ടീൻ, പിന്നെ ഞാൻ ഹെയർ വാഷ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളതെന്നും കൂടെയാണ്. പിന്നെ നമ്മൾ ഈ ഹീറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, അതായത് അയൺ റോഡ്സ്, സ്ട്രെയിറ്റ്നർ, ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ മുടിയിൽ എന്തൊക്കെയാണ് ചെയ്യാറുള്ളതെന്ന് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ പാട് മുടി നന്നായി ചീവും. ഞാൻ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് കോമ്പാന്നൊക്കെ ഞാൻ എൻ്റെ ഹെയർ കെയർ ടിപ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, നമ്മുടെ ആ ടീത്ത് കുറച്ചും കൂടെ വലുതായിട്ടുള്ള ടൈപ്പ് കോമ്പാണ് യൂസ് ചെയ്യുന്നത്. ആ കോമ്പ് വെച്ചിട്ട് ഞാൻ ഫുള്ള് മുടി നമ്മുടെ ഈ സ്കാൽപ്പ് തൊട്ട് അറ്റം വരെ നന്നായിട്ടൊന്ന് ചീവി കൊടുക്കും. എന്നിട്ട് ഒന്നെങ്കിൽ ഞാൻ മെസ്സി ബൺ കെട്ടി വെക്കും, മേലേക്ക് കെട്ടിക്കും, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ പ്ലീറ്റ് ചെയ്തിടുകയാണ് ചെയ്യാം. അപ്പോൾ എനിക്ക് മുടി എന്താണ് പറയുക, കുറച്ച് കട്ട് ചെയ്ത് ഞാൻ ഫ്രണ്ടിൽ കുറച്ച് മുടി ലെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ഷോർട്ട് ഹെയർസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ പ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ പുറത്തേക്ക് ചാടി കിടക്കുന്നതുകൊണ്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ടാണ് പ്ലീറ്റ് ചെയ്തിടുക. കാരണം നമ്മൾ ഫുൾ ടൈം ഓരോ ഹൗസ് ഹോൾഡ് വർക്ക്സും അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ നമുക്ക് മുടി നമ്മളെ ഇടങ്ങാറാക്കരുത്, എന്നാൽ മുടീനെ സേഫായിട്ട് വെക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു ഹെയർ സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. മുടി മാക്സിമം അഴിച്ചിടാറില്ല. ഒന്നെങ്കിൽ മെസ്സി ബൺ കെട്ടി വെക്കും, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഹെയർ പ്ലീറ്റ് ചെയ്യാണ് ചെയ്യാറ്. ഇനി സെക്കൻഡ് തിങ്, ഹെയർ വാഷ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളതെന്നാണ് പറയുന്നത്. ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഫസ്റ്റ് മെയിനായിട്ട് സ്കാൽപ്പ് ഓയിൽ ചെയ്യുന്നതാണ് ഓയിൽ മസാജ്. ഓയിൽ മസാജ് എനിക്കിപ്പം എൻ്റെ ചെറുപ്പം തൊട്ട് ഈ സമയം വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഓയിൽ മസാജിങ് കേട്ടോ. അപ്പം നമ്മൾ എത്രത്തോളം നമ്മുടെ സ്കാൽപ്പ് എല്ലാം നന്നായിട്ട് മസാജ് ചെയ്യുന്നു, അത്രത്തോളം നന്നായിട്ട് നമ്മളുടെ എന്താ പറയുക, തലയിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നടക്കും. എന്നാൽ നമുക്ക് ഇപ്പം നമ്മുടെ അമ്മമ്മമാർ, ഗ്രാൻഡ് പാരൻസ് മുതൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. അതെന്നെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. താങ്ക്ഫുള്ളി എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്കാൽപ്പ് എത്രത്തോളം മസാജ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് മുടി വളരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓയിൽ മസാജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഓയിൽ മസാജ് ചെയ്യാറെന്നൊക്കെ ഉള്ളത് ഞാൻ ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ മുടിയിലെ കെട്ടെല്ലാം ഒഴിവാക്കുകയാണ് ചെയ്യുക. കെട്ടൊക്കെ കുടുങ്ങി കിടക്കുന്നതൊക്കെ റിമൂവ് ചെയ്ത് മുടി നല്ല നീറ്റാക്കി വെക്കും. ഹെയർ ഓയിൽ ഞാൻ പാരച്യൂട്ടിൻ്റെ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യണത്. ഇതല്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ കാച്ചിയ എണ്ണയാണ് യൂസ് ചെയ്യുക. അത് സുജേട്ടൻ്റെ അമ്മ എനിക്ക് സ്പെഷ്യലായിട്ട് നമ്മളുടെ അലോവേരയും എല്ലാം ഇട്ടിട്ട് കാച്ചി തരും. ഒന്നെങ്കിൽ ആ എണ്ണയാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നമ്മൾ കൊപ്ര ആട്ടിയ നോർമൽ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യും. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്നാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. ഓയിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ സ്കാൽപ്പിലാണ് ചെയ്യുക. സ്കാൽപ്പിൽ ഞാൻ നന്നായി മസാജ് ചെയ്തതിന് ശേഷം അത് താഴെ ഹെയറിൻ്റെ ടിപ്പ് വരെ മസാജ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. ടിപ്പിൽ ഞാൻ അത് കൂടാതെ വേറെ ഓയിൽ എടുത്തിട്ട് എക്സ്ട്രാ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട്.
ഓയിൽ എല്ലാ സ്ഥലത്തും നല്ലോണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ മസാജിങ് ചെയ്യുക. മസാജിങ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഹെഡാണ് മസാജ് ചെയ്യുന്നത്, അതായത് സ്കാൽപ്പ്. ഹെയറിൽ നമ്മൾ കൂടുതൽ ഇനി പണിയെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് സ്കാൽപ്പ് വിരൽ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. തലയുടെ എല്ലാ പോർഷൻസും ഇങ്ങനെ വിരൽ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ മൂവ് ചെയ്ത് മസാജ് ചെയ്യാണ്. നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവാൻ ഈ മസാജിങ് ആണ് ഒന്നും കൂടെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഓയിലിങ്ങും മസാജിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മുടി ഇതുപോലെ ഒരു സ്ഥലത്ത് കെട്ടി സെക്യൂർ ആക്കി വെക്കും. ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഞാൻ മിനിമം 1/2 hour to 3 hours വരെ എണ്ണ തലയിൽ വെക്കും. അതായത് ഞാൻ ചുമ്മാ നമ്മൾ എണ്ണയെല്ലാം തേച്ചതിന് ശേഷം മുടി ചുമ്മാ മെസ്സി ബൺ കെട്ടി വെക്കും. എന്നിട്ട് ഞാൻ മിനിമം 1/2 hour, അരമണിക്കൂറെങ്കിലും ഞാൻ എണ്ണ വെച്ച് നടക്കും. ഇനി പറ്റ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 1 hour 2 hour 3 hours വരെയൊക്കെ അത് വെച്ചിട്ട് നടക്കാറുണ്ട്. എന്നിട്ടാണ് അത് വാഷ് ചെയ്ത് കളയുള്ളൂ. ഇനി സെക്കൻഡ് തിങ് ഷാംപൂയിങ് ആണ്. ഷാംപൂ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോൾ ഹെയർ വാഷ് ചെയ്യുമ്പോഴും ഷാംപൂവും കണ്ടീഷനും ചെയ്യും. തലയിൽ എണ്ണ വെച്ചിരിക്കാറില്ല. എണ്ണ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എണ്ണ കുറച്ച് നേരം തലയിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ ഞാൻ ഷാംപൂ ചെയ്ത് കണ്ടീഷൻ ചെയ്ത് അത് കളയും. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ ഏതാണ്, കണ്ടീഷണർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കറൻ്റ്ലി ഞാൻ എനിക്കൊന്ന് ഏകദേശം ഒരു 1 year ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതാ ഹെർബൽ എസൻസിൻ്റെ ഷാംപൂ ആണ്. ഹെർബൽ എസൻസിൻ്റെ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഞാൻ മാമാഎർത്തിൻ്റെ ഒക്കെ ഒരു 1 year മുന്നേ വരെ മാമാഎർത്തിൻ്റെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതെനിക്ക് ഭയങ്കര പ്രശ്നം തോന്നിയിട്ടില്ല. പക്ഷെ അതിനുശേഷം ഞാൻ ഹെർബൽ എസൻസിനെ പറ്റി കേട്ടത്. പക്ഷെ ഇതെനിക്ക് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഒന്നും കൂടി ഇഷ്ടമായി. കാരണം എനിക്ക് എൻ്റെ മുടി ഒന്നും കൂടി ഇത് ലെസ് ഫ്രിസി ആക്കുന്ന പോലെ തോന്നി. അത്ര നമ്മൾ ഈ ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി അത്ര റഫ് ആവുന്നൊന്നുമില്ല. അപ്പോൾ എനിക്കിത് ഇഷ്ടമായി. അപ്പോൾ ഇതിൻ്റെ ഏത് പിന്നെ വെറൈറ്റി ആണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് കുറേ വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഞാൻ എല്ലാം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് മിൽക്കാണ്. കോക്കനട്ട് മിൽക്ക് നല്ലതാണ്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ കോക്കനട്ട് മിൽക്ക് സെക്കൻഡ് ടൈമാണ് വാങ്ങിക്കുന്നത്. എനിക്ക് മുടി നല്ല സോഫ്റ്റ് ആക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ ഷാമ്പു ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇനി കണ്ടീഷണർ ഞാൻ സെയിം തന്നെ കോക്കനട്ട് മിൽക്കിൻ്റെ കണ്ടീഷണർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഹെർബൽ എസൻസിൻ്റെ കോക്കനട്ട് മിൽക്ക് കണ്ടീഷണർ. ഏത് ഷാമ്പൂവിൻ്റെ ഏത് വെറൈറ്റി ആണോ വാങ്ങിക്കുന്നത് അതിൻ്റെ തന്നെ കണ്ടീഷണർ തന്നെയാണ് ഞാൻ വാങ്ങിക്കാറ്. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഷാമ്പു ഇതാണ്, കണ്ടീഷണർ ഇതാണ്. ഇനി ഞാനൊരു 1 month മുന്നേ, ആക്ച്വലി 1 monthന് മേലെ 1 monthന് മുന്നേ വരെ ഞാൻ ഈ ഇയർ ടു ഇയർ ഈ ക്രൗൺ പാർട്ട് മാത്രം ഹെയർ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഇവിടുത്തെ മുടി കുറച്ച് ഇങ്ങനെ വേവി ആയിട്ട് നിൽക്കുന്ന പോലെയാണ് എപ്പോഴും തോന്നാറ്. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ ഫേസിൽ അത് ഭയങ്കര ഓക്വേർഡായിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ എപ്പോഴും ഹെയർ സ്മൂത്തനിങ് ചെയ്യാറ്. കാരണം എനിക്ക് അല്ലെങ്കിൽ എപ്പോൾ പുറത്ത് പോകുമ്പോഴും ഇങ്ങനെ അപ്പം തന്നെ ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഹെയർ സ്മൂത്തനിങ് ചെയ്യാറുണ്ട്. ഞാനൊരു 1 monthന് മുന്നേ ഹെയർ സ്മൂത്തനിങ് ചെയ്ത സമയത്ത് എനിക്ക് അവിടെ നിന്ന് ഒരു ഹെയർ മാസ്ക്, കണ്ടീഷണർ അല്ല, ഹെയർ മാസ്ക് അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഇതാ നേരിയ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഹെയർ തെറാപ്പി മാസ്ക്. നേരിയ എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. ഇതൊരു പാർലർ ബേസ്ഡ് പ്രൊഡക്റ്റാണ്. ഇത് എത്രത്തോളം മാർക്കറ്റിൽ അവൈലബിൾ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇതെനിക്ക് അവർ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം മുടി നമ്മൾ ഷാമ്പു ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിട്ട് മുടി നല്ല സോഫ്റ്റ് ആയിട്ട് ലെസ് ഫ്രിസി ആയിട്ട് കിടക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച പ്രൊഡക്റ്റാണ് ഇത്. ഞാനിവിടെ റോസസ് ഡ്യൂ എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ UAE എല്ലാവർക്കും അറിയുന്ന സലൂണാണ് റോസസ് ഡ്യൂ എന്ന് പറഞ്ഞിട്ടൊരു സലൂൺ. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചത്. അവിടെ നിന്ന് ഞാൻ ഹെയർ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം പിന്നെ പിറ്റേ ദിവസം ഹെയർ വാഷ് ചെയ്യാൻ പോയ സമയത്ത് മേടിച്ചതാണ്. സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഹെയർ തെറാപ്പി മാസ്ക്.
നേരിയ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് ഇതിൽ കാണിക്കുന്നത്. ഇത് പാർലർ, ഞാൻ പറഞ്ഞ പോലെ തന്നെ പാർലർ ബേസ്ഡ് പ്രൊഡക്റ്റാണ്, അതുകൊണ്ട് പുറത്ത് കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇത് യൂസ് ചെയ്തതിൻ്റെ റിവ്യൂ എന്താണെന്ന് ചോദിച്ചാൽ അമേസിങ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷാംപൂ ചെയ്തിട്ട്, പക്ഷെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാൻ ഷാംപൂ ചെയ്തതിന് ശേഷം ഈ ഹെയർ മാസ്ക് നമ്മൾ കുറച്ച് മതി, പക്ഷെ നമ്മൾ നല്ലോണം റൂട്ടിലൊക്കെ മസാജ് ചെയ്യണം. എന്നിട്ട് ഹെയറിൻ്റെ ടിപ്പ് വരെ നല്ലോണം മസാജ് ചെയ്തിട്ടിട്ട് ഞാനൊരു മിനിമം 20 മിനിറ്റ്, ഒരു 15 to 20 മിനിറ്റ്സ് അത് തലയിൽ തന്നെ വെക്കും. വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയും. അപ്പം എനിക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുടി നല്ല സോഫ്റ്റ് ആയ പോലെ തോന്നി. ഇപ്പം ഞാൻ ഇന്നലെ തല ഇതുപോലെ തന്നെ ഷാംപൂ ചെയ്ത് ഈ ഹെയർ മാസ്ക് ചെയ്തിട്ടുള്ള ഹെയർ ആണിത്. ഞാനിപ്പോൾ ഒരു സ്ട്രെയിറ്റ്നർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ പെർമനൻറ്റ് ഹെയർ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട്, നമ്മൾ ജസ്റ്റ് ചീകിയാൽ മതി, മുടി നല്ല സോഫ്റ്റായി സിൽക്കി ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ബാക്കിലെ മുടിയെല്ലാം കുറച്ച് വേവി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് പുറത്തെല്ലാം പോകുമ്പോൾ എപ്പോഴും ഞാൻ ഹെയർ സ്ട്രെയിറ്റ്നർ ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇത് യൂസ് ചെയ്തതിന് ശേഷം അങ്ങനെ എപ്പോഴും ഹെയർ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫുള്ളി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണമെങ്കിൽ ഹെയർ സ്ട്രെയിറ്റ്നർ തന്നെ യൂസ് ചെയ്യണം. പക്ഷെ നമുക്കിപ്പോൾ കുഴപ്പമില്ല, കുറച്ച് വേവിയൊക്കെയാണ്. ഇത് മതി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത് ഓക്കെ ആണ് പുറത്തൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഞാൻ ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്യലുണ്ട്. ഹെയർ മാസ്ക് ഞാൻ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഷാമ്പൂവിൻ്റെ ഒപ്പം ഞാൻ ഈ ഹെയർ മാസ്ക് തന്നെയാണ് യൂസ് ചെയ്യാറ്. കണ്ടീഷണർ ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം ഞാൻ വീക്ക്ലി ഒരു ട്വൈസ് ഓർ ത്രൈസ് ആണ് തല കഴുകാറുള്ളൂ. ഞാൻ 2 പ്രാവശ്യമേ കഴുകുന്നുള്ളൂ തല 1 വീക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹെയർ മാസ്ക് മാത്രമേ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ 3 ടൈംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യം ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യും. അതാണ് ഞാൻ കുളിക്കുമ്പോൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് പറയുന്നത് മുടി ഡ്രൈ ചെയ്യുന്ന കാര്യമാണ്. മുടി ഡ്രൈ ചെയ്യുമ്പോൾ ഞാൻ ഹെയർ സാധനത്തിൻ്റെ പേര് ഹെയർ ഡ്രയർ ഞാൻ എനിക്ക് എത്ര ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ അത്രയും ഞാൻ ഉപയോഗിക്കാറില്ല ഹെയർ ഡ്രയർ. ഞാൻ ജസ്റ്റ് ചുമ്മാ പാക്ക് ഡ്രൈ തന്നെയാണ് ചെയ്യാറ്. കാരണം ഞാൻ ഫ്രീ ആയിട്ട് ഇന്ന് എവിടെ പോകണ്ടെന്നൊക്കെയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഹെയർ വാഷ്, ആ ദിവസങ്ങളിൽ നോക്കിയിട്ടാണ് ഹെയർ വാഷ് ചെയ്യുക. അപ്പം ഞാൻ ചുമ്മാ പാക്ക് ഡ്രൈ തന്നെ ചെയ്യും. എനിക്ക് ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. കാരണം ഒന്നാമത് പിന്നെ മുടി ചുമ്മാ ഉണങ്ങുന്നതല്ലേ അതിൽ നല്ലത് എന്നുള്ള തോട്ടാണ് എനിക്ക്. അപ്പോൾ ഇനി ഞാൻ മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ചിലപ്പം എപ്പോഴും അത് പറ്റില്ല. കാരണം നമുക്ക് വീക്ക്ലി 6 ഡേയ്സും പോകണമല്ലോ വർക്കിന്. അപ്പോൾ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉള്ള സമയത്ത് ഞാൻ മോർണിംഗ് തല വാഷ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എമർജൻസി ആയിട്ട് ഹെയർ വാഷ് ചെയ്യേണ്ടപ്പോൾ ഞാൻ ഹെയർ ഡ്രയർ യൂസ് ചെയ്യാറുണ്ട്. പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് പാക്ക് ഡ്രൈ തന്നെയാണ്. നമ്മൾ കുളിച്ചതിന് ശേഷം നന്നായിട്ട് ടവൽ വെച്ച് തോർത്തിയതിന് ശേഷം ചുമ്മാ ലീവ് ചെയ്യുക, അത് അവിടെ കിടന്നങ്ങ് ഉണങ്ങിക്കോട്ടെ, അങ്ങനെ തന്നെ. പിന്നെ ഞാൻ നനഞ്ഞ മുടി ചീർപ്പുകൊണ്ട് ചീവാറേ ഇല്ല. മുടി നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് കോമ്പ് വെച്ചിട്ട് ചീവാറുള്ളൂ. അതാണ് ഞാൻ പിന്നെ ഫോളോ ചെയ്യണ വേറൊരു കാര്യം. ഇതൊക്കെയാണ് ഹെയർ വാഷിൽ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി എൻ്റെ നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ, അത് ഞാൻ മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളാണ്. ഞാൻ രാത്രി കിടക്കുന്നതിന് മുന്നേ എന്തായാലും മുടീൻ്റെ റൂട്ടിൽ നിന്ന് താഴെ വരെ മുടി നന്നായിട്ട് ചീകും. എന്നിട്ട് ഞാൻ ഒന്നെങ്കിൽ നമുക്ക് ഫുൾ ഹെയർ ഇങ്ങനെ മേലേക്ക് എടുത്തിട്ടുള്ള ആ ബൺ ചെയ്യാം. പക്ഷെ ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം അത് ചെയ്യാറില്ല. കാരണം എൻ്റെ ഹെയർ കുറച്ച് ഹെവി ആയതുകൊണ്ട് ഒന്നാമത് അവിടെ ഇരിക്കാൻ പാടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇരിക്കണമെങ്കിൽ തന്നെ കുറച്ച് ടൈറ്റ് ബൺ ചെയ്യണം. എന്നാൽ തന്നെ ഇനി ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീക്കുമ്പോഴത്തേക്കും എൻ്റെ മുടിയെല്ലാം കൂടെ ഇങ്ങനെ മേലേക്ക് വളർന്നിട്ട് താഴോട്ട് വരാത്ത പോലത്തെ ഒരു ഫീലാണ് എനിക്ക്. പക്ഷേ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല. അതാണ് നല്ലതെന്നും അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം മുടീനെ നമ്മൾ എല്ലാത്തൊന്നും പ്രൊട്ടക്ട് ചെയ്തെന്ന് ഒരുപാട് പില്ലോലൊന്നും റബ്ബാവാതെ പ്രൊട്ടക്ട് ചെയ്ത് മേലെ വെക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അത് തന്നെയായിരിക്കും ഈ സ്പ്ലിറ്റ് ആവാതിരിക്കാനും മുടി അതിനൊക്കെ നല്ലത് അത് തന്നെയായിരിക്കും. പക്ഷേ എനിക്കത് വർക്കൗട്ട് ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നോർമൽ പ്ലീറ്റിങ് തന്നെയാണ് ചെയ്യാറ്. ചെറിയ മുടിയും വലിയ മുടിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് നോർമലായിട്ട് പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കിടക്കാറ്. അത്രയേ ഉള്ളൂ എൻ്റെ നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ. ഞാൻ പിന്നെ ഹെയർ സിറംസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തലയിൽ യൂസ് ചെയ്യാറില്ല. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യണമെന്ന് എനിക്ക് എൻ്റെ മുടിക്ക് ഹെയർ സിറത്തിൻ്റെ ഒരു ആവശ്യമുണ്ട്, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഹെയർ സിറം നല്ലതാണെന്ന് അഭിപ്രായമുള്ള ഒരുപാട് പേരുണ്ട്. അത് ഓരോരുത്തരുടെ ഹെയറിൻ്റെ ടെക്സ്ചറും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് എല്ലാവരും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്.
ഇനി എനിക്ക് അടുത്തായിട്ട് പറയാനുള്ളത് നമ്മളുടെ ഈ ഹീറ്റ് അയൺ റോഡ്സ്, സ്ട്രെയിറ്റ്നേഴ്സ് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ്, എന്തൊക്കെയാണ് കെയറിങ്ങാണ് ഞാൻ എടുക്കാറുള്ളതെന്നാണ്. ഞാൻ ഹെയർ സ്ട്രെയിറ്റ്നർ നല്ലോണം യൂസ് ചെയ്യുന്ന ആൾ തന്നെയാണ്. കാരണം എനിക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഹെയർ ആണ് എപ്പോഴും ഇഷ്ടം. നമ്മൾ അറ്റം വരെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഹെയർ ആണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ ഹെയർ സ്ട്രെയിറ്റ്നർ ഞാൻ നല്ലോണം യൂസ് ചെയ്യുന്ന ആളാണ്. സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുമ്പോൾ ഞാൻ അതിന് മുന്നേ ഒരു ഹീറ്റ് റെസിസ്റ്റൻസ് സ്പ്രേ തലയിൽ മുടിയിൽ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ ഹെയർ സ്ട്രെയിറ്റ്നർ മോസ്റ്റ്ലി യൂസ് ചെയ്യാറ്. മോസ്റ്റ്ലി അല്ല, എപ്പോഴും അങ്ങനെ തന്നെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഹീറ്റ് റെസിസ്റ്റൻസ് സ്പ്രേ ഏതാന്ന് കാണിച്ചു തരാം. ഇതാ ബി ബ്ലണ്ട് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഹെയർ റെസിസ്റ്റൻസ് സ്പ്രേ. ബി ബ്ലണ്ട് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഹെയർ റെസിസ്റ്റൻസ് സ്പ്രേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാകുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്, ഒരുപാട് കേട്ടിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇത്. നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇത് ഹീറ്റ് പ്രൊട്ടക്ഷൻ ഹെയർ മിസ്റ്റാണ്. ഇത് ഞാൻ ജസ്റ്റ് മുടിയിൽ മൊത്തം ഞാൻ 2 പാർട്ടീഷനായിട്ടിട്ടാണല്ലോ നമ്മൾ അധികം സ്ട്രെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏത് ഭാഗമാണോ ആദ്യം സ്ട്രെയിറ്റ് ചെയ്യുന്നത് അവിടെ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഹെയർ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ്, ബി ബ്ലണ്ട്. ഓക്കെ, അപ്പോൾ മുടിയിൽ മൊത്തം യൂസ് ചെയ്യുക. ഹെയർ സ്ട്രെയിറ്റ്നർ എവിടെയൊക്കെ യൂസ്, ഇപ്പം നമ്മൾ ഫ്രണ്ട് ഹെയർ മാത്രം ചെയ്യുന്നില്ലെങ്കിൽ അവിടെ മാത്രം അടിച്ചു കൊടുക്കും. അപ്പം ഫുൾ ഹെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ മാത്രം അടിച്ചു കൊടുക്കും, എന്നിട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യും. അപ്പം ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുക ഹീറ്റായിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ആസ് എ സേഫ് ഓപ്ഷൻ, സേഫ് സൈഡ് ഇത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഭയങ്കര ഹെവി ഹെയർ ഫാള് ഇതുവരെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ അനിയത്തിക്ക് ഇപ്പം റീസെൻ്റ്ലി ഭയങ്കര ഹെവി ഹെയർ ഫാൾ ഉണ്ടായിരുന്നു. അവൾക്ക് കുറച്ച് നാളായിട്ട് ഹെയർ ഫാൾ ഉണ്ടായിരുന്നു. അവൾ UK-യിലാണ്. അവിടുത്തെ ക്ലൈമറ്റ് പറ്റാത്തത് എന്തൊക്കെയോ കാര്യങ്ങൾ കാരണം അവൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന് പുറമെ അവളിവിടെ UAE-യിൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ ആ സമയത്ത് അവൾ തലയിൽ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഹെയർ ഫാൾ കുറച്ച് കൂടുന്ന പോലെ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. ആ ഹെയർ ഫാൾ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവൾ ട്രൈ ചെയ്തൊരു സാധനമാണ്. ആ പ്രൊഡക്റ്റ് എൻ്റെ അടുത്തില്ല, പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാം. ഓർഡിനറീൻ്റെ 100% ഓർഗാനിക് കോൾഡ് പ്രസ്ഡ് മൊറോക്കൻ ആർഗൻ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഓർഡിനറി എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഓയിൽ അവൾ യൂസ് ചെയ്തിട്ട് അവൾ നന്നായിട്ട് മസാജ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് ഈ പറയുന്ന പോലെ തന്നെ കുറച്ച് നേരം വെക്കും. എന്നിട്ട് അവൾ മെയിനായിട്ട് റൂട്ട്സിലാണ് അപ്ലൈ ചെയ്യാമെന്നാണ് എന്നോട് പറഞ്ഞത്. അത് ചെയ്തതിന് ശേഷം പിന്നെ ചെറുതായി താഴത്തേക്കെല്ലാം ചീവേ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് താഴത്തേക്കൊക്കെ ആക്കി കൊടുത്തിട്ട് അവൾ കുറച്ച് നേരം ഇതേപോലെ തലയിൽ വെച്ചിട്ട് അവൾ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള കാരണം അതിന് അവർ പാർലർ ബേസ്ഡ് ആയിട്ടുള്ള ഷാമ്പൂവും കണ്ടീഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് അവൾ യൂസ് ചെയ്യുന്നത്. ബോട്ടോപ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷാമ്പൂവും കണ്ടീഷണറും ആണ് അവളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ യൂസ് ചെയ്തിട്ട് അവൾ കുളിക്കും, മീൻസ് ഈ എണ്ണ വാഷ് ഔട്ട് ചെയ്ത് കളയുവാണ് ചെയ്യാറ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പോലെ ഹീറ്റ് അയൺ റോഡ്സും സ്ട്രെയിറ്റ്നേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അവളും പിന്നെ ഹീറ്റ് റെസിസ്റ്റൻസ് സ്പ്രേ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അവൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ട്രെസമി എന്ന് പറഞ്ഞ കമ്പനീൻ്റെയാണ്. അതും നല്ലതാണെന്നാണ് അവളെന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്കിതുവരെ ഭയങ്കരമായിട്ടൊരു ഹെവി ഹെയർ ഫാൾ ഉള്ള ഒരു ഹിസ്റ്ററി ഇല്ലാത്തതുകൊണ്ടാണ്, എനിക്ക് അങ്ങനെയുള്ളവർക്ക് എന്ത് പറഞ്ഞു തരണമെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവളിപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ട് ഒരു 6+ months ആയിട്ട് ആ ആർഗൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതൊരു നല്ല കാര്യമായിട്ട് തോന്നി. അതപ്പോൾ ഇനി നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഹെവി ഹെയർ ഫാൾ ഒക്കെ ഉള്ള ആൾക്കാർ നമ്മൾ എടുക്കുന്ന പിന്നെ ഫുഡും എല്ലാം കറക്റ്റാണോ, ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണോ നമുക്കൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ്. പിന്നെ ഒരു ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഹെയർ ഫാളൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കുന്നതാണ് എപ്പോഴും ഏറ്റവും ബെറ്റർ. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ അനിയത്തിൻ്റെ കേസ് തന്നെ അവളിപ്പോൾ ഈ പ്രൊഡക്റ്റിനെ പറ്റി കേട്ടു, ട്രൈ ചെയ്ത് നോക്കി അവൾക്ക് വർക്കൗട്ടായി. അപ്പം അങ്ങനെയുണ്ട്. അപ്പം ഞാൻ അതുപോലെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഇതും കൂടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ എനിക്കിപ്പം കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഒരു 1 month ഒക്കെ ആയിട്ട് എനിക്ക് എൻ്റെ നോർമൽ ഹെയർ ഫാളിനേക്കാളും കുറച്ച് കൂടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.
അപ്പം എനിക്ക് ഇയർലി 1 ടൈം നല്ല ഹെയർ ഫോൾ ഉണ്ടാവും. അപ്പം ഒന്നെങ്കിൽ മേ ബി അതായിരിക്കും, അത് ആ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നിൽക്കാറുണ്ട്. ഇനി അതല്ല, ഇത് ഇനിയിപ്പോൾ ഏജ് റിലേറ്റഡ് ആയിട്ടോ നമ്മളുടെ ഡയറ്റ് ബന്ധപ്പെട്ടിട്ടാണോ എന്നുള്ളത് ഞാനിപ്പോൾ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കിയിട്ട് നല്ല ഹെവി ഹെയർ ഫോൾ ആണെങ്കിൽ ഞാൻ കുറച്ച് ഹെയർ കെയർ പ്രൊഡക്ട്സ് എൻ്റെ തലയിൽ മീൻസ് ഹെയർ ഫോൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യണമെന്ന്. അപ്പം ഞാനത് യൂസ് ചെയ്ത് അത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ അത് ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് എനിക്ക് കുറേ നാളായിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ മുന്നേ ഇത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. See you in my next video. Bye.